ഹലോ നമ്മൾ ഇന്ന് ഊട്ടിക്ക് പോവാണ്. അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് സീസോണിലൊരു ബ്രൈറ്റനിങ് ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സീസോണിൻ്റെ ഈ ടോണർ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും നല്ലൊരു ഇൻറ്റൻസ് ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നന്നായിട്ട് ഫേസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ സ്പ്രേ ബോട്ടിലായിരുന്നു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്രേ ബോട്ടിൽ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് ഫേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസ് സെറം ആണ്. ഇത് ബ്രിലാൻഡഡ് ഒരു ഫേസ് സെറം ആണ് കേട്ടോ. ഈ ഫേസ് സെറം എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ 2 ടൈംസ് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഒരു ഡേ കെയർ ആയിട്ടും അതുപോലെ നൈറ്റ് കെയർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ സെറ്റാഫില്ല മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോർമൽ യൂസ് ചെയ്യുന്നതിനെക്കാളും കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് AC അടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കിന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് നന്നായിട്ട് ഫേസിലും നെക്കിലൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീനാണ് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആക്യുലേജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊരു 3 ഫിംഗർ റൂളിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും കേട്ടോ. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. സെബാമെൻ്റെ ലിപ് ബാം ആണ്. അതിനുശേഷം ഞാൻ നിവ്യയുടെ ബോഡി മിൽക്ക് നറിഷിംഗ് ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് പാൻറ്റും അതുപോലെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടും ആണ്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഞാൻ സിമ്പിളായിട്ടൊരു വാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെയറിൽ ഞാൻ ലോറിയൽ പാരസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സെറം ആണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ സെറം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടപ്പുണ്ടായിരുന്നത് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ എൻ്റെ ഹെയറിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. കണ്ണിൽ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് മേളിൽ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനർ ആണ് കേട്ടോ. ഞാൻ ലിപ്പിൻ്റെ താഴെയും മേളിലായിട്ട് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്തതിന് ശേഷം ലാക്മിയുടെ 925 കൊക്ക സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ?